ആഖിറത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ സത്രം, നിങ്ങളുടെ വഴിയമ്പലം, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ആദ്യത്തെ ഗേഹം, അത് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ പദത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം ഖബറാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, വിശുദ്ധ നബിയേ, ഖബറാണോ ആദ്യത്തെ വീട്? നമ്മൾ ആദ്യം വിശ്രമിക്കുന്നത് ദുനിയാവിലല്ലേ? അവിടെയല്ലയോ നമ്മൾ മൊഞ്ചുള്ള വീടുണ്ടാക്കിയത്? അവിടത്തെ വീടിനല്ലയോ നമ്മൾ ഭംഗി കൂട്ടിയത്? അവിടത്തെ വീടിന്റെ വീട് കൂടൽ ചടങ്ങിനല്ലയോ നമ്മൾ ആളുകളെ ക്ഷണിച്ചത്? അവിടത്തെ വീട് കൂടലിന്റെ കടന്നിരിക്കൽ പരിപാടിക്കല്ലയോ നമ്മൾ ഭക്ഷണം വിളമ്പിയത്? എന്നിട്ടും പരിശുദ്ധ നബിയേ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയിൽ ഖബറാണ് ആദ്യത്തെ വീട് എന്നെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞത്? ഖബർ കുടിക്കാൻ, ഖബർ എന്ന വീടുണ്ടാക്കാൻ നമ്മൾ എഞ്ചിനീയർ കാണാൻ പോയിട്ടില്ല. ഖബർ എന്ന വീട്ടിലേക്ക് കുടിയിരിക്കാൻ നമ്മൾ ആർക്കും ഇൻവൈറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടില്ല. ഖബർ എന്ന വീടിന് ഇത്രയാണ്, അത് മണ്ണിന്റെ ഒരു കുഴിമാടമാണ്. എന്നിട്ട് ആ കുഴിമാടത്തെ പറ്റിയാണോ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാതെ, ഭൂമി രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് വീട് കിട്ടിയ ആ വീടിനെ പറ്റിയാണോ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയിൽ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞത് തിരുനബിയേ എന്ന് സ്വഹാബ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി ചരിത്രപരമാണ്. നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സ്വഹാബ, അതിന്റെ വിശാലത, അതിന്റെ സൗകര്യം, അതിന്റെ മോഡിഫിക്കേഷൻ, അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, ഇതെല്ലാം അവിടെ പരിഗണിക്കുക. ഒരു വീടിനെ വീട് എന്ന് പരിഗണിക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ താമസിക്കുന്ന ഡ്യൂറേഷനാണ്, കാലാവധിയാണ്. അപ്പൊ ദുനിയാവിലെ വീട്ടില് നമ്മളെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്രായത്തെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എന്റെ സമുദായത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അപ്പൊ അതിന്റെ എബോ പോവാം, അതിന്റെ ബിലോ വരാം. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ നമ്മളൊക്കെ റൂഹ് പിടിക്കുന്നതിനനുസരിച്ചാണ്, അല്ലേ? ചില ആളുകൾ നേരത്തെ പോകും, ചില ആളുകൾ വൈകി പോകും. പക്ഷേ ആവറേജ് ശരാശരി എന്റെ ഉമ്മത്തിന്റെ പ്രായം ബിറ്റ്വീൻ 60 and 70. ആ ഉമ്മത്ത് ദുനിയാവിലെ വീടിനെ പറ്റി ഒരു വീട് എന്ന്, സത്രം എന്ന്, വഴിയമ്പലം എന്ന്, വിശ്രമസ്ഥലം എന്ന്, ആഖിറത്തിലേക്കുള്ള സഞ്ചാര പഥത്തിലെ ആദ്യത്തെ ഭവനം എന്ന് എങ്ങനെയാണ് സ്വഹാബ പറയാ? എന്നാൽ നിങ്ങൾ പോയി കിടക്കുന്ന ഖബറിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. അവിടെ മോഡിഫിക്കേഷൻ ഇല്ല, അവിടെ ബ്യൂട്ടിഫിക്കേഷൻ ഇല്ല, അവിടെ പെയിന്റ് വർക്കുകൾ ചെയ്തിട്ടില്ല, അതിന് നിങ്ങളെ എഞ്ചിനീയറെ കണ്ടിട്ടുമില്ല. പക്ഷെ അവിടെ കിടക്കുന്ന കാലാവധി എത്രയാണ്? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെയാണ്. അപ്പൊ അത് എത്ര കാലമാണ്? അത് ദശാബ്ദങ്ങളാണ്, അത് ശതാബ്ദങ്ങളാണ്, അത് നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകളാണ്. അപ്പോ ആ കിടക്കണ കാലത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ വീടിനെ വീടായിട്ട് പരിഗണിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം, ആ ഒരുക്കം എവിടെയാണ് ഉണ്ടാവുക? അത് ശരീരത്തിലല്ല, പ്രകടന പരതകളിലല്ല, അത് ഖൽബിന്റെ ഉള്ളിലാണ്. അപ്പൊ ഖൽബിനെ നന്നാക്കാനാണ് സത്യത്തിൽ നമ്മൾ മജ്ലിസുൽ ഇൽമിലൊക്കെ ഒരുമിച്ച് കൂടുന്നത്. ഖൽബ് നന്നാവുക. നമ്മൾ എപ്പോഴും ഏത് സമയത്തും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രിവിലേജ് കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഒറ്റ അവയവത്തിനാണ്. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, അത് സുതയേക്കാൾ സ്വാദ്യമാകും സംശുദ്ധി പൂടുകിൽ. ശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കടങ്കഥ പറയും പോലെയാണ് പറഞ്ഞത്. ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. സ്വഹാബ, നിങ്ങളുടെയൊക്കെ ശരീരത്തിന്റെ അകത്ത് ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത്, ആ മാംസപിണ്ഡമെങ്ങാനും ശരിയായാൽ സ്വലഹൽ ജസദു കുല്ലു, ശരീരമാസകലം ശരിയായിരിക്കുകയാണ്. വ ഇദാ ഫസദത്, ആ മാംസപിണ്ഡമെങ്ങാനും മോശമായാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ മോശമായിരിക്കുകയാണ്. അലാ, നിങ്ങൾ അറിയണം, ഫഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. അപ്പൊ ഹൃദയത്തിന്റെ അകത്തേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ഭംഗിയും കൊടുക്കേണ്ടത് ഹൃദയത്തിനാണ്. സാധാരണ ഇംഗ്ലീഷുകാർ പറയാറുണ്ട്, ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ വുമൺ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അല്ലേ? എ പേഴ്സൺ ഈസ് പാഷൻ
ആൻഡ് എംപവർമെന്റ്. ഏതൊരു മനുഷ്യന്റെയും ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുന്നത് അവരുടെ പാഷനാണ്. അല്ലാതെ നമ്മൾ മുഖത്ത് ധരിക്കുന്ന, മുഖത്തേക്ക് ഇടുന്ന ബ്യൂട്ടി ടിപ്സ് അല്ല, നമ്മുടെ വസ്ത്രങ്ങളല്ല, നമ്മുടെ ശരീരഭാഷയല്ല, നമ്മുടെ പ്രകടനപരതയല്ല, അതൊന്നുമല്ല. അത് കൽബാണ്, കൽബാണ്, കൽബാണ്. അപ്പൊ എപ്പോഴും ശരീരത്തിന്റെ നായകൻ കൽബാൻ. മദീനയിലെ പള്ളിയിലേക്ക് ഒരു മധ്യാഹ്ന നേരത്തെ പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ മസ്ജിദുൻ നബവിയുടെ അകത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നത് പ്രവാചക തിരുമേനി ഇങ്ങനെ ദർശിക്കുകയാണ്. അയാൾ നിസ്കാരത്തിന്റെ ഇടയിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ ഇങ്ങനെ കളിക്കുകയാണ്. കൈ ഇങ്ങനെ എടുത്തിട്ട് താടി രോമങ്ങളിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ട് ആ നിസ്കാരക്കാരനെ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ താടി രോമങ്ങളിൽ അലക്ഷ്യമായി അനിയന്ത്രിതമായിട്ട് നിസ്കാരമൊക്കെ ശ്രദ്ധിക്കാതെ, നിസ്കാരത്തിലേക്ക് യാതൊരു കോൺസെൻട്രേഷനും കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ കൈവിരലുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയല്ലേ? ആരാധനക്കിടയിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട ആരാധന എന്താണ്? ആരാധനയിൽ നീയത്ത് വെച്ചത് ലില്ലാഹി തആല, ഇത് റബ്ബിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരമാണ്. ആരാധനക്കിടയിലാണ് അദ്ദേഹത്തിന്റെ കൈവിരലുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഹാദാ ലൗ ഖശഅ ഖൽബുഹു ലഖശഅത് ജവാരിഹുഹു. ഈ മനുഷ്യന്റെ ഖൽബെങ്ങാനും അല്ലാഹുവിനെ പേടിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ റബ്ബ് തആലയെ പേടിക്കുമായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ ഖൽബ് അല്ലാഹുവിനെ പേടിച്ചിട്ടില്ല. ഖൽബ് അല്ലാഹുവിനെ പേടിക്കാത്ത കാലത്തോളം ശരീരത്തിന്റെ ഒരു അവയവങ്ങളും പറഞ്ഞാൽ കേൾക്കൂല, റബ്ബിനെ കാണൂല, റബ്ബിനെ കണ്ടെത്തൂല, അല്ലാഹുവിനെ ഭയപ്പെടൂല. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹി റായി വറഇയ. അല്ലാഹുവേ, എന്റെ ശരീരത്തിലെ ആട്ടിടയനെയും മേക്കപ്പെടുന്ന ആട്ടിൻ പറ്റങ്ങളെയും നീ സുൽഹിലാക്കണേ, നീ നന്മയുടെ വഴിയിലേക്ക് വഴി നടത്തണേ തമ്പുരാനെ. മൻ ഹുവ റായി യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ ശരീരത്തിന്റെ ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? പരിശുദ്ധ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയാ, അവർ റായി ശരിയാവണം, ലീഡർ ശരിയാവണം. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് അനുയായികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ലീഡർ അത് ഹൃദയമാണ്, ഹൃദയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരത്തിന്റെയും അത്തഹിയ്യാത്തിൽ ദുആ ചെയ്യുകയാണ്. സലാം വിട്ടുന്നതിന്റെ മുമ്പ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബനാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. ഏത് സാഹചര്യത്തിലും മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ഞങ്ങളെ കൽബുകളെ നിന്റെ ദീനിന്റെ മേൽ നീ ചിരപ്രതിഷ്ഠ നേടിയ കൽബുകളാക്കി മാറ്റണേ അല്ലാഹ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാല് അത് അവിടേക്ക് പോയാൽ അങ്ങോട്ട് കൽബിന് മൈലാൻ, അങ്ങോട്ട് കൽബിന് ചായ്വ്, അങ്ങോട്ടൊരു ഒരു പ്രത്യേക അംബിഷൻ വരികയാണ് അറിയാതെ, അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. എല്ലാ അവസ്ഥയിലും മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആന്തോളനം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അറബിയിലുള്ള പേര് തന്നെ നോക്ക്, ഖൽബ്. ഖലബ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറി മറിഞ്ഞു. ഇന്ത്യ രാജ്യത്തെ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ഹസ്രത്ത് മൊഹാനിയാണ്. ഇൻഖിലാബ് എന്ന വാക്ക് അറബിയാണ്. പിൽക്കാലത്ത് അത് ഉറുദുവിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇൻഖിലാബ്, ഇൻഖലബ യൻഖലിബു, ഇൻഖിലാബ് അല്ലേ? മാറി മറിഞ്ഞു. അപ്പൊ ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലബ, ഉള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി മറിയുന്നതിനാണ് ഇൻഖലബ എന്ന് പറയാ. അപ്പൊ ഈ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അത് ഭരണകക്ഷിയാണെങ്കിലും അത് പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ഒക്കെ തന്നെ അവർ വിളിക്കുന്ന ഒരു ശ്ലോകം, അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ ധ്വനി എന്താണ്? ഇൻഖിലാബ് സിന്ദാബാദ്. ഈ അവസ്ഥ മാറി മറ്റൊരവസ്ഥ വരട്ടെ, എന്നിട്ട് അത് സിന്ദാബാദ്, അത് എന്നേക്കുമായിട്ട് സിന്ദാസേ ചൽ ജായേ, ജീവനോടുകൂടെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതാണ് ഖൽബ്. അതിൽ അപ്പൊ ഖൽബിൽ നിന്നാണ് അതൊക്കെ വന്നത്. നമ്മുടെ ഹൃദയം ഏത് സാഹചര്യത്തിലും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. പ്രത്യേകിച്ച് മനുഷ്യന്റെ ഈ ശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയമാണ്.
ഹൃദയത്തിന്റെ വ്യത്യസ്ത ചിന്തകൾ ഇങ്ങനെ വരികയാണ്, വ്യത്യസ്ത ചിന്തകൾ വരികയാണ്. അപ്പൊ അതിലേക്ക് പോയി ഇതിലേക്ക് പോയി. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്. അപ്പോ do not judge a book by its cover. ഒരിക്കലും ഒരു പുസ്തകത്തെ അതിന്റെ ചട്ട നോക്കി നമ്മളാരും വിലയിരുത്താൻ പാടില്ല. 1980 ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ആംഗലേയർ അതിനെ പല രീതിയിലും വായന നടത്തിയിട്ടുണ്ട്. അത് പുനർവായനക്ക് പുതിയ കാലത്ത് വിധേയമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണത് പറയാറുള്ളത്? ഒരു പുസ്തകം ചട്ട നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത്. ബുക്ക് സ്റ്റാളിൽ പോകുന്നു, വായനാശീലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ പറയോ, അതിന്റെ ചട്ട നല്ല ഭംഗിയുണ്ട്, ഇത് വാങ്ങിക്കോന്ന് പറയോ? അതിന്റെ കണ്ടന്റ് അല്ലേ പ്രധാനം. അത് ഏത് കാര്യമാണെങ്കിലും, കഥയാവട്ടെ, കവിതയാകട്ടെ, നോവലാകട്ടെ, ആത്മകഥയാവട്ടെ, ജീവചരിത്രങ്ങളാകട്ടെ, മറ്റുള്ള ലോക ചരിത്രങ്ങളാവട്ടെ, അത് മുഴുവനും കണ്ടന്റ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യപ്പെടുക. ഒരു പുസ്തകത്തിന്റെ ചട്ട നോക്കി നിങ്ങൾ അതിന്റെ അകത്തളം വിലയിരുത്താൻ പാടില്ല എന്ന പോലെ ഒരു മനുഷ്യനെ നോക്കി, ഒരു മനുഷ്യന്റെ പ്രകടനങ്ങളെ നോക്കി, അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് അത് ലോങ് ടേമിലുള്ള ക്രയവിക്രയാണ്. അതിന് ഇസ്ലാം വളരെ വ്യക്തമായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ തദായൻതും ബിദൈനിൻ ഫല്യക്തുബ് ബൈനകും കാതിബും ബിൽ അദൽ. ലോകത്തെ ഏറ്റവും വലിയ ഖുർആനിക സൂക്തം തന്നെ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന്റെ വിശ്വാസപരമായ നിയമങ്ങളെ പരാവർത്തനം നടത്തുന്ന ഖുർആനിക വേദസൂക്തവാക്യമാണ് അല്ലേ ആയത്തുദ്ദൈൻ. കടത്തിന്റെ ഏർപ്പാട്, ലോൺ എടുക്കുക, ഒരാൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുക, സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ നയനിലപാടുകളെ വിശദീകരിക്കുന്ന ഖുർആനിക സൂക്തമാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള, വിശാലതയുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സൂക്തമെങ്കിൽ സാമ്പത്തിക ഇടപാട് മനുഷ്യനെ അളക്കാനുള്ള പ്രധാനപ്പെട്ട മാപ്പിനി തന്നെയാണ് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അത് ഖുർആൻ തന്നെ അതിന്റെ തെളിവാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ വിശ്വാസികളായ രണ്ടാളുകൾ തമ്മിൽ അത്യാവശ്യം ഒരാൾക്ക് സാമ്പത്തിക ആവശ്യം വരികയാണ്, നമ്മളൊരു നീഡ് ഉണ്ടാകുമ്പോ മറ്റൊരാളോട് കടം ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആ ചോദിച്ചു വന്ന വ്യക്തിക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഫല്യക്തുബ് ബൈനകും കാതിബും ബിൽ അദിൽ, മൂന്നാമനായ ഒരാളെ ആ കടം കൊടുക്കുന്ന സദസ്സിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തണം. ആ വിളിച്ചു വരുത്തപ്പെടുന്ന മനുഷ്യൻ ആദിലായ, നീതിമാനായ, വിശ്വസ്തനായ, സാക്ഷി നിൽക്കാൻ കാര്യക്ഷമതയുള്ള മനുഷ്യനാകണം. എന്നിട്ട് അയാൾ എഴുതണം, ഈ സാക്ഷി വിസ്താരത്തോടുകൂടെ തന്നെ എഴുതണം, ഞാൻ ഇന്നാലിന്നയാൾക്ക് 1,00,000 രൂപ അടുത്ത ഡിസംബർ 31 ഉള്ളിൽ അയാൾ എനിക്ക് തിരിച്ചടക്കും എന്ന വ്യവസ്ഥയിൽ ഞാനിതാ കടം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റാള് ആ കടത്തെ ഇതേ വ്യവസ്ഥിതി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഇതാ സ്വീകരിച്ചിരിക്കുകയാണ്. കൊടുത്ത ആളും ഒപ്പിടുകയാണ്, ഏറ്റുവാങ്ങുന്ന മനുഷ്യനും അവിടെ സൈൻ ചെയ്യുകയാണ്, മൂന്നാമത്തെ മനുഷ്യൻ അതിന്റെ സാക്ഷ്യം വഹിക്കുകയാണ്. അവിടെ വിശ്വാസം അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് ആളുകൾ വിലയിരുത്തി. അപ്പൊ അല്ലാഹു നമ്മുടെ നിയ്യത്തിലേക്ക് നോക്കുന്നു. അവിടെയാണ് ഖൽബിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, നൺ ഓഫ് അവർ ബിസിനസ്, അത് നമ്മുടെ തൊഴിലല്ല. അതിലേക്ക്, കാരണം ജനങ്ങളെ നന്നാക്കിയിട്ട് ഒരു മനുഷ്യന് മുന്നോട്ട് പോകുക എന്നുള്ളത് ശ്രമകരമാണ്. അന്നാസു അജ്നാസുൻ, ജനങ്ങൾ പലവിധമാണ്. അതുകൊണ്ട് ആളുകൾക്ക് പല രീതിയിലും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ അന്തരങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വൈഭിന്യങ്ങൾ ഉണ്ടാകും, വിഭാഗീയതകൾ ഉണ്ടാകും. ഖുലിഖൽ ഇൻസാനു ദഈഫാ, ഏറ്റവും ബലഹീനനായിട്ടല്ലേ മനുഷ്യന് പടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ബലഹീനനാണ്. ആ ബാലിശത, അവന്റെ ബാലാരിഷ്ടത, അത് പല ഘട്ടങ്ങളിലും മുഴച്ചു നിൽക്കും. അവന്റെ സ്വഭാവങ്ങളിലുണ്ടാകും, സംഘർഷങ്ങളിലുണ്ടാകും. ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ കരയും, കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ദേഷ്യപ്പെടും. കാരണം എന്താണ്? അത് മനുഷ്യന്റെ ഖിൽഖത്താണ്, അവന്റെ ത്വബീഅത്താണ്. അപ്പം അങ്ങനെയുള്ള ജിബില്ലത്തൻ, ഒരുപാട് പ്രകൃതിപരമായിരിക്കുന്ന വീക്ക്നെസ് മനുഷ്യനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലികുല്ലി മിൻകും ഖരീൻ. അങ്ങനെ നമ്മുടെ ഖൽബിനെ എങ്ങനെ പിഴപ്പിക്കാൻ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിവർത്തനങ്ങൾ കൊണ്ടുവന്ന് ദീനിന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു ഇബ്ലീസ് ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എവിടെയാണ്? അത് ഖൽബിന്റെ ഉള്ളിലാണ്.